ഹായ് ഫ്രണ്ട്സ്, KSRTCയിൽ സ്ത്രീകൾക്ക് ഇനി മുതൽ സൗജന്യ യാത്ര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിക്ക് തുടക്കമാവുകയാണ്. കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസമായി തോന്നുമെങ്കിലും കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ ഇതൊരു വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നമ്മുടെ ആനവണ്ടി ഈ ഭാരം താങ്ങുമോ? സ്വകാര്യ ബസ് മേഖലയുടെ ഭാവി എന്താകും? നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. നിലവിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് KSRTC. പ്രതിദിനം ഏകദേശം 9 കോടി രൂപയോളം വരുമാനം ലഭിക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ 5 മുതൽ 6 കോടി രൂപയുടെ വരെ വരുമാന നഷ്ടമാണ് കണക്കാക്കുന്നത്. കൃത്യമായി സർക്കാർ സബ്സിഡി ഇല്ലാതെ ശമ്പളവും പെൻഷനും നൽകാൻ പോലും കോർപ്പറേഷൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണിത്. മറ്റൊരു പ്രധാന കാര്യം പ്രവർത്തന ചെലവിലെ വ്യത്യാസമാണ്. KSRTCക്ക് ഒരു സീറ്റിന് 1 കിലോമീറ്ററിന് 1.35 രൂപ ചെലവ് വരുമ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് അത് 1.02 രൂപ മാത്രമാണ്. വലിയ ജീവനക്കാരുടെ നിരയും പെൻഷൻ ബാധ്യതകളുമാണ് KSRTCയെ ഈ പ്രതിസന്ധിയിലാക്കുന്നത്. കേരളത്തിലെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ല് സ്വകാര്യ ബസ്സുകളാണ്. സംസ്ഥാനത്ത് 7000 മുതൽ 9000-ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകളിലെ യാത്രക്കാരിൽ 70% സ്ത്രീകളാണെന്ന് ഉടമകൾ അവകാശപ്പെടുന്നു. സ്ത്രീകൾ പൂർണ്ണമായും സർക്കാർ ബസ്സുകളിലേക്ക് മാറിയാൽ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ മാത്രമായി അവശേഷിക്കും. നിലവിൽ തന്നെ വലിയ കൺസെഷൻ നൽകുന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഇതൊരു വലിയ തകർച്ചയ്ക്ക് കാരണമായേക്കാം. പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുമുണ്ട്. ടിക്കറ്റ് നൽകുമ്പോൾ ലിംഗവിവരം രേഖപ്പെടുത്തുന്നത് തിരക്കുള്ള സമയങ്ങളിൽ കണ്ടക്ടർമാർക്ക് വലിയ ജോലിഭാരമാകും. ഇതിലും വലിയ പ്രശ്നം ബസ്സുകളുടെ കുറവാണ്. കേരളത്തിൽ ഓരോ 1000 പേർക്കും വെറും 0.55 ബസ്സുകൾ മാത്രമാണുള്ളത്. സൗജന്യ യാത്ര തുടങ്ങുന്നതോടെ KSRTCയിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. പുതിയ ബസ്സുകൾ വാങ്ങാൻ കോർപ്പറേഷന്റെ കയ്യിൽ പണമില്ലാത്തതും വലിയ വെല്ലുവിളിയാണ്. എങ്കിലും ഇതിന് മറ്റൊരു മറുവശമുണ്ട്. സ്ത്രീകളുടെ സാമൂഹികമായ സഞ്ചാര സ്വാതന്ത്ര്യം ഇത് വർദ്ധിപ്പിക്കും. കർണാടകയിലെ അനുഭവം വെച്ച് നോക്കിയാൽ 83% സ്ത്രീകളും മെച്ചപ്പെട്ട ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യാൻ ഈ പദ്ധതി ഉപയോഗിക്കുന്നു. 2026-27 ബജറ്റിൽ സർക്കാർ ജെൻഡർ ബജറ്റിനായി 5586.99 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ തുക കൃത്യമായി ഉപയോഗിച്ചാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കും. എന്തായാലും അടുത്ത 5 വർഷം കേരളത്തിന്റെ പൊതുഗതാഗത മേഖലയ്ക്ക് നിർണായകമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആനവണ്ടി ഈ വിപ്ലവകരമായ മാറ്റത്തെ അതിജീവിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.